റെഡ്മിൻ്റെ നോട്ട് 10 സീരീസ് വന്ന ടൈം വല്ലാത്ത ജാതി വരവന്നേന് 2021 സംഗതി. എന്താണെന്ന് വെച്ചാൽ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ, HDR10 സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ അല്ലേ, 120 ഹെഡ്സിൻ്റെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് കൊടുക്കണേ, അതുപോലെ തന്നെ അതിൽ തന്നെ 1200 നിറ്റ്സ് ടൈപ്പ് ബ്രൈറ്റ്നസ് ലെവൽ കിട്ടണേ ഒരു ഡിസ്പ്ലേ അല്ല ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ, അതും ഫുൾ HD+ റെസൊല്യൂഷനിൽ. സംഗതി എന്താ വെച്ചാൽ അന്ന് ആ ഒരു ഫോൺ ഇറങ്ങുന്ന വിലക്ക് അത്ര നല്ലൊരു ഫീച്ചർ കിട്ടണ ഫോണ്, അല്ലെങ്കിൽ അത്ര നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണ് കായ് കൊടുത്താൽ മുതലാണ് ഒരു ഫോണ് അന്ന് വേറെ കിട്ടാല്ല. ആ ഒരു ലെവൽക്ക് അതിൻ്റെ വരവ്. സംഗതി എന്താ വെച്ചാൽ മൊബൈൽ ഷോപ്പിൽ കയറിയപ്പോണ്ട് റെഡ്മിൻ്റെ നോട്ട് 10 അങ്ങനെ നടക്കണം അവിടെ. അപ്പോൾ ഇങ്ങനെ റെഡ്മിൻ്റെ നോട്ട് 10 സീരീസ് ഇറങ്ങിയ ആ ഒരു കാലത്ത് ഇങ്ങനെ ഓർമ്മ വന്നു. 2021 ഇപ്പോൾ സംഗതി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ എഴുതിയാണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒച്ചയും പുള്ളി ഉണ്ടാക്കിയാൽ ആൾക്കാർ എന്തെങ്കിലും കരുതൽ എഴുതിയാണ്ട് എന്നിട്ട് പെരയിക്കാൻ കൊടുക്കുന്നൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ട്, എന്നിട്ട് ഇവിടുന്ന് മാണ്ടി എന്താ വെച്ചാൽ പറയാൻ എഴുതിയാണ്ട് ഇങ്ങനെ പറയണം. ഇപ്പോൾ ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ, HDR10, 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന സംഗതിയൊക്കെ അന്നും അതിൻ്റെ മുമ്പ് അതിൻ്റെ ശേഷമൊക്കെ ഫോണിൽ കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്ത റെഡ്മിൻ്റെ നോട്ട് 10 പ്രോ മാക്സ് അന്ന് 20,000 ഉള്ളിലാണ്. എന്തായാലും ഒരു 18,000 ഒക്കെ എന്തായാലും ഒന്ന് റേറ്റ് വരുള്ളൂ റെഡ്മിൻ്റെ നോട്ട് 10 പ്രോ മാക്സിന്. ആ ഒരു വിലക്ക് കിട്ടുന്ന ഫോണിലാണ് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെ കൊടുത്തേക്കണേ. അന്നിപ്പോൾ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ MIൻ്റെ 10 ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ സീരീസിലൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S20 അൾട്രയിൽ, സാംസങ്ങിൻ്റെ S20 അൾട്ര എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അന്ന് ഏത് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ ഉള്ള സംഗതിയാണ് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ. എന്തായാലും ഇപ്പോൾ ആ ഒരു ക്യാമറൻ്റെ ലെവൽക്കൊന്നും എത്തൂല. എന്നാലും 108 മെഗാ പിക്സൽ അറിയുമ്പോൾ ഇപ്പോൾ അത്ര വലിയ സംഭവമാക്കാനൊന്നുമില്ല. എന്നാലും ആ ഒരു സംഗതി ഇതിൽ കൊടുക്കാമെന്നൊക്കെ പറയുന്നത്, ഇത്ര വിലക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത്, ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണിക്ക് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെ കൊണ്ടുവരാമെന്ന് പറയുന്നത് റെഡ്മി ഇത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്. പോരാത്തിനിപ്പോൾ ഈ 108 മെഗാ പിക്സൽ മാത്രം ആ ഒരു സംഗതി മാത്രം കൊടുന്നാണ്ട് ഷോ ഇറക്കാന്നുള്ളൊരു സംഗതി മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉടായിപ്പല്ല. 108 കൊടുക്കേണ്ടി എഴുതിയാണ്ട് ബാക്കിയുള്ളതൊന്നും ഉടായിപ്പല്ല. അങ്ങനെയുണ്ട്. AMOLED ഡിസ്പ്ലേ, ഇപ്പോൾ ഈ 120 ഹെഡ്സ് HDR10 എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കണമുണ്ട്. അതുപോലെ തന്നെ 128 GB റാം കിട്ടുന്നുണ്ട്. അത്രയുള്ള വേരിയൻ്റ് ഉണ്ട്. 256 GB റാം വേരിയൻ്റ് കിട്ടുന്ന സംഗതി ഉണ്ട്. അപ്പോൾ അന്ന് ആ ഒരു പ്രൈസിൽ ആ ഒരു സംഗതിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ വേറെ കോമ്പഡി എന്താ വെച്ചാൽ സൈറ്റിൽ നോക്കുമ്പോൾ കിട്ടിയൊരു വിവരമാണ്. എന്താ വെച്ചാൽ റെഡ്മിൻ്റെ നോട്ട് 10 പ്രോയിൽ എന്തുണ്ട്, 256 GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ട്. നോട്ട് 10 പ്രോ മാക്സിക്ക് നോക്കുമ്പോൾ 256 GB ഇല്ല, 128 GB റാം വേരിയൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു കോമഡേറ്റ് തോന്നി നിങ്ങൾക്കോ? റെഡ്മിൻ്റെ നോട്ട് 10 സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റെഡ്മിൻ്റെ നോട്ട് 10S ഉണ്ട്, നോട്ട് 10 ഉണ്ട്, നോട്ട് 10 പ്രോ ഉണ്ട്, നോട്ട് 10 പ്രോ മാക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു 4 ഐറ്റംസ് ഉള്ളത്. ഇതിലേറെ കൂടുതലുണ്ടോ അറിയില്ല. അപ്പോൾ ഈ ഒരു എല്ലാ ഫോണിലും നോട്ട് 10 സീരീസിലുള്ള എല്ലാ ഫോണിലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞാൽ 108 മെഗാ പിക്സലില്ല, HDR10 ഇല്ല, 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ റെഡ്മി ഇപ്പോൾ ഈ ഫോണിലൊന്നും എന്തില്ല, 120 ഹെഡ്സ് റീഫ്രഷ് റേറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ 1200 നിറ്റ്സ് ടൈപ്പ് ബ്രൈറ്റ്നസ് ലെവൽ നേരത്തെ പറഞ്ഞല്ലോ നോട്ട് 10 പ്രോയിലൊക്കെ കിട്ടണേ. അതെന്താണുള്ള ഇതിൽ കിട്ടണില്ല. അതിൽ 450 ഉള്ളൂ, 450 ബ്രൈറ്റ്നസ് ലെവലുള്ളത്. അപ്പോൾ ഈ ഒരു റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ആ ഒരു ഹൈപ്പിങ്ങും വരവും സംഗതികളൊക്കെ ഭയങ്കര ഒരു ജോറും സംഗതികളൊക്കെ ആയിനി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എല്ലാ ഫോണിലും ഈ ഒരു 108 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വല്ലാത്തൊരു തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. നോട്ട് 10 പ്രോയിലുണ്ട്, അതുപോലെ തന്നെ നോട്ട് 10 അറിയില്ല, 10 120 ഹെഡ്സിൻ്റെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു നോട്ട് 10 സീരീസിൻ്റെ വരവ് ഒരു അത്യുഗ്രം വരവായിരുന്നു. അന്ന് വരെ അത്ര പ്രൈസിൽ കിട്ടാത്തൊരു സംഗതികളൊക്കെ ആയിട്ടുള്ളൊരു വരവായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എന്നാൽ ബാക്കിയുള്ള ഫീച്ചറൊക്കെ എല്ലാ മോഡലിലും ഉണ്ടായിരുന്നു. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, AMOLED ഡിസ്പ്ലേ, ഇതൊക്കെ എല്ലാത്തിലും ഉണ്ട്. എന്തിനധികം ഇപ്പോൾ ഈ കാണുന്ന റെഡ്മി നോട്ട് 10 വരേണ്ട സ്റ്റീരിയോ സ്പീക്കർ, അപ്പോൾ അത്ര സംഗതികളൊക്കെ എല്ലാ ഫോണിലും ഉണ്ട്. എന്നിട്ടിപ്പോൾ ഇത് എടുക്കണ്ടേ? എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ ഇറക്കണൊക്കെ ഉണ്ടായി. അവനൊക്കെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവൻ സാംസങ്ങിൻ്റെ ഒരാളും കൂടി ആയതുകൊണ്ട് AMOLED ഡിസ്പ്ലേ ഇതിൽ കിട്ടുന്നുണ്ട്. അതിപ്പോൾ റെഡ്മിൻ്റെ നോട്ട് 10 സീരീസിൽ ഏറ്റവും ചെറുത് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിലൊരു AMOLED ഡിസ്പ്ലേ ആ ഒരു കുറഞ്ഞ വിലക്ക് ഫുൾ HD+ റെസൊല്യൂഷനും അതും AMOLED ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ചെക്കനായിക്ക് ഇങ്ങനെ ചാടണോ അതോ നോട്ട് 10 പ്രോ എടുക്കണമെന്നല്ല നിൽക്കാൻ നിൽക്കുകയാണ്. ഞാനും തന്നെ ഇപ്പോൾ ക്യാമറ കണ്ടതാവോ
അതിനൊക്കെ നിലക്കൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ക്യാമറ നല്ലതാണെങ്കിൽ നോക്കി നിലക്ക് അങ്ങനെ നിൽക്കുകയാണ് സംഗതി. പക്ഷേ പിന്നെന്താ ഇതെടുത്തില്ല. പിന്നെന്താ വെച്ചാൽ നമ്മളൊരു ഒരു ചങ്ങായിണ്ട്, ഓനതിൽ ഏതൊന്നും എടുത്ത് ചെക്ക് എടുത്തത് വെച്ചാൽ റെഡ്മിൻ്റെ നോട്ട് 10 ആണോ നോട്ട് 10S ആണോ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും സംഗതി ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇറക്കന്മാരൊക്കെ ഒരു ഫോം വാങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമല്ലോ ഒരു കൗതുകത്തിന്. അപ്പോൾ സംഗതി നോക്കുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ക്യാമറനെ ആദ്യം എടുക്കുക, കൂടുതൽ ആൾക്കാരും. ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഞാനൊക്കെ ക്യാമറ ആദ്യം ഒരു ഫോൺ കിട്ടിയാൽ ഒന്നിങ്ങനെ നോക്കിയിട്ട് പിന്നെ ക്യാമറ ഇങ്ങോട്ട് ഓപ്പൺ ആക്കലാണ്. അപ്പോൾ ഇങ്ങനെ സംഗതി എടുത്തുകൊണ്ട് എന്താ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേ സംഗതി നമുക്ക് വല്ലാതെ പിടുത്തം കിട്ടിയില്ല. ഒന്നാമതെന്താ വെച്ചാൽ റെഡ്മി അത്ര വലിയൊരു ഹൈപ്പും അതിൻ്റെ ഒരു വരവും സംഗതി ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തു. നമ്മൾ വലിയൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലൊക്കെ കൊണ്ട് എത്തിച്ച് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ നടത്തിയുള്ള കഴിക്കാറുള്ള സംഗതി നമുക്കത് ഓക്കെ ആയിട്ട് തോന്നി. എന്തായാലും ചൈലെടുത്ത ഒരു ഫോട്ടോ ഒരു ഗുമ്മും ഒരു സംഗതി ഇതൊന്നും കിട്ടിയില്ല. പക്ഷെ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഈ മൊബൈൽ ഷോപ്പിൽ നിന്ന് കിട്ടിയ നോട്ട് 10S ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ വെച്ച് വലിയൊരു സംഗതി ഒന്നും തോന്നണമെന്നില്ല. അന്ന് തോന്നിയൊരു കുഴപ്പമൊന്നും തോന്നണമെന്നില്ല. ഇനിയിപ്പോൾ സംഗതി എന്താണാവോ, ഇനിയിപ്പോൾ അടുത്ത ടൈമിൽ ഫോണ് ഒന്ന് ഇതായി വരുന്നുള്ളതിനാവോ ഒന്നും അറിയില്ല. സംഗതി എന്തായാലും അന്ന് വലിയൊരു പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സംഗതി എടുക്കാനുള്ളൊരു ശ്രമം കണ്ട് ഉപേക്ഷിച്ച് സംഗതി അങ്ങനെയൊക്കെ പോയി സംഗതി. ഏതായാലും ഇപ്പോൾ അതിൽ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഏതായാലും. പിന്നെ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചെറുക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെറുക്കത്തിയാളായാലും മതി, ഓലൊക്കെ പറഞ്ഞോടി സംഗതി അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്നാപ്ഡ്രാഗൺ 670 പിന്നെ 732G ആ ഒരു ലെവൽക്കൊക്കെ അതിന് കിട്ടീന്, എന്താ മോഡലിനനുസരിച്ച്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഈ വോയിസിൻ്റെ ഒക്കെ മേലെ അച്ചേൽക്ക് ആ ഷോപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അച്ചേൽക്ക് ഇട്ടേക്കാണ്. അപ്പോൾ ക്യാമറൻ്റെ കാര്യം പറയുമ്പോഴല്ലേ കാരണം ക്യാമറ കാണിച്ചിട്ടുണ്ടാവുക, സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കാര്യം പറയുമ്പോഴല്ലേ കാരണം സ്റ്റീരിയോ സ്പീക്കർ കാണിച്ചിട്ടുണ്ടാവുക, ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോഴല്ലേ കാരണം ഡിസ്പ്ലേ ഒന്നും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാനിപ്പോൾ മനസ്സിനൊരു ഒഴിവില്ല. പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലം അയക്കണേ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കരുതിയാണ്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിന് വല്ലാതൊരു ഒഴിവില്ല. അപ്പോൾ കാര്യങ്ങളങ്ങനെ എന്താണെന്നൊക്കെ വെച്ചാൽ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്താലൊക്കെ. ഏതായാലും ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയല്. അപ്പോൾ അതിന് പറയാണ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും. കോയിൻ്റെ ഒരു കൂക്കൽ ഇതിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഇവിടെ പുറത്ത് കേൾക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പോകണം.